വീട്ടിൽ ചെന്നെനിക്ക് ചേരണം. കർത്തനെ നേരിലൊന്നു കാണണം. ഹല്ലേലൂയ ഗീതം ഇന്നു പാടണം. കർത്തനെ നേരിലൊന്നു കാണണം. ഹല്ലേലൂയ ഗീതം ഇന്നു പാടണം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന മിസസ് റോഷയാണ്. ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? നീ ചേർന്നിരുന്ന ബാല്യക്കാരത്തികളുടെ യജമാനനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവൻ തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. ആകയാൽ അയാൾ തിന്ന് കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അയാൾ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കിച്ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണം എന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യും എന്നവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. മോവാബിലായിരുന്ന രൂത്തിനോട്, കനാൻ നാട്ടിൽ വന്നാൽ നിനക്കൊരു വിവാഹമുണ്ടാകും എന്നൊരു സൂചന പോലും നവോമി നൽകിയിരുന്നില്ല. വന്ന ശേഷവും ഈ കഴിഞ്ഞ 5-6 മാസമായി ഒരക്ഷരം പോലും അത് സംബന്ധിച്ച് നവോമി പറഞ്ഞിരുന്നില്ല. എന്നാൽ ബോവസിൻ്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, മെതി നടന്നുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്ത് അത് പേറ്റുന്നു. അപ്പോൾ നവോമി രൂത്തിനോട് പറഞ്ഞു, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? നമ്മുടെ ചാർച്ചക്കാരനായ ബോവസ് ഇന്ന് കളത്തിൽ യവൻ തൂറ്റുന്നു. നീ പോവുക. അവൻ തിന്നു കുടിച്ച് തൃപ്തനാകും വരെ അവൻ നിന്നെ കാണരുത്. അതിനുശേഷം അവൻ കിടന്നു കഴിയുമ്പോൾ നീ ചെന്ന് അവൻ്റെ കാലിലെ പുതപ്പ് പൊക്കി അതിന് കീഴെ കിടന്നുകൊള്ളുക. നീ എന്ത് ചെയ്യണമെന്നുള്ളത് അവൻ നിന്നോട് പറഞ്ഞു തരും. നവോമി പറഞ്ഞതുപോലെയൊക്കെ രൂത്ത് ചെയ്യുവാൻ ഇടയായി. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ, ബോവസ് വീണ്ടെടുക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നെങ്കിൽ, രൂത്ത് ഒരല്പം ആർട്ടിഫിഷ്യാലിറ്റി കാണിക്കുമായിരുന്നു, ഒരു ഭക്തി പ്രകടനമൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ വ്യാജഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകും എന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലുണ്ടല്ലോ. എന്നാൽ യാതൊരു വ്യാജഭാവവും ഉണ്ടാകാതെ ആത്മാർത്ഥതയോടുകൂടെ രൂത്ത് ഈ കാലം അത്രയും അവിടെ ജീവിച്ചു. പക്ഷേ ബോവസ് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾക്ക് ന്യായമായ പക്വതയും പരിശീലനവും ഉണ്ടായിക്കഴിഞ്ഞു. ആ സമയത്ത് ബോവസ് അവളോട് പറഞ്ഞു, നവോമി അവളോട് പറഞ്ഞു, നീ പോവുക. ബോവസ് തിന്ന് തൃപ്തനായി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് നീ അവിടെ ചെല്ലുക. അപ്പോൾ അവൻ നീ ചെയ്യേണ്ടത് പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് രൂത്ത് വന്ന ആ സമയത്ത് തന്നെ, ബോവസിൻ്റെ വയലിലെത്തിയ സമയത്ത് തന്നെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നിന്നെ കല്യാണം കഴിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും രൂത്തിന് ഒരു പരിശീലനം കിട്ടണം, പക്വത കിട്ടണം. മോവാബിൽ വെച്ച് അവളൊരു വിശ്വാസിയായതേ ഉള്ളൂ, അത് പോരാ. അവൾ ദൈവവചനം അഭ്യസിച്ച് നല്ല പെരുമാറ്റ രീതികൾ അഭ്യസിച്ച് ദൈവഭക്തിയും സഹോദരന്മാരോട് അല്ലെങ്കിൽ സഭയോട് യഹൂദന്മാരോട് സ്നേഹവുമൊക്കെ അവൾക്കുണ്ടാകണം.
ഒരു പ്രതികൂലം വന്നാൽ അവൾ കർത്താവിനെ തള്ളിപ്പറയാൻ ഇടയാകരുത്. അങ്ങനെയുള്ള ഒരു പക്വത അവൾ നേടണം. ഈ പ്രതികൂലത്തിലൂടെയൊക്കെ നവമി കടന്നു പോയിട്ടും ഭർത്താവ് മരിച്ചു, 2 ആൺമക്കൾ മരിച്ചു, 3 വിധവന്മാർ മോവാബിൽ ശേഷിച്ചെങ്കിലും ദൈവം അന്യായം ചെയ്തു എന്ന്, ദൈവം എന്നോട് അനീതി കാണിച്ചു എന്ന് നവമി പറഞ്ഞിട്ടില്ല. ന്യായമായത്, അർഹമായത് മാത്രമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്നാണ് നവമി പറഞ്ഞത്. നവമി കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാനും ആശ്രയിക്കാനും തയ്യാറായി. രൂത്തിൻ്റെ ജീവിതത്തിലും അതുണ്ടാകണം. ഈ ബോവസിൻ്റെ അടുത്തേക്ക് ഈ മോവാബിയ സ്ത്രീയായ വിധവയായ രൂത്തിനെ പറഞ്ഞയക്കുമ്പോൾ ബോവസ് പറയുകയാണ്, എനിക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ രൂത്ത് നിരാശപ്പെടരുത്. അപ്പോൾ അതിനു വേണ്ട പക്വത, അതിനു വേണ്ട ആത്മീക ധൈര്യവും പക്വതയും ബലവും നേടാൻ വേണ്ടിയാണ് ഈ മാസങ്ങൾ ഈ കാര്യം നവമി പറയാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ വിശ്വാസികൾക്ക് ജോലി ആവശ്യമാണ്, ഉപജീവന മാർഗം ആവശ്യമാണ്. പക്ഷേ അവർ പക്വത പ്രാപിക്കുന്നതിന് മുമ്പേ ഒരു ദൈവദാസൻ അവരെ ജോലിക്ക് വിടാൻ പാടില്ല. ഞാൻ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും വിശ്വാസികൾ, ചെറുപ്പക്കാരികൾ സാറേ ഒരു ജോലി ഏർപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് സ്ഥാനപ്പെട്ടു, നിങ്ങൾ യോഗത്തിൽ വരുന്നു, ശരി തന്നെ. പക്ഷേ ഒരു ദൈവദാസനെ കൊണ്ട് സാധിക്കേണ്ടത് അതല്ല. നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാകണം, നിങ്ങൾ വചനം പഠിക്കണം, നിങ്ങളുടെ ചാബല്യങ്ങൾ ഒക്കെ മാറാനിടയായിത്തീരണം. നിങ്ങളൊരു സഭയിൽ ചെല്ലാനിടയായാൽ സഹോദരന്മാർ അവിടെ ധ്യാനചിന്തകൾ പറയണം, പ്രബോധനം പറയണം, വചന ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, സഭയിലെ ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. അതിനുള്ള പരിശീലനം നേടിയിട്ട് മാത്രമേ സഭ വിട്ട് അല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ പാടുള്ളൂ. അത് നാട് വിട്ടായാലും അല്ലെങ്കിൽ ജില്ല വിട്ടായാലും സംസ്ഥാനം വിട്ടായാലും രാജ്യം വിട്ട് വിദേശങ്ങളിലേക്കാണെങ്കിൽ പോലും ആ സ്ഥാനപ്പെടുന്ന സഭയിൽ നിന്ന് പരിശീലനം നേടിയിട്ടേ പോകാവൂ. എന്തിനൊരു വീട്ടുജോലിക്ക് വേണ്ടിയാണ് ഒരു സഹോദരി അയക്കുന്നതെങ്കിൽ പോലും അവർ നല്ല പരിശീലനം നേടിയിട്ടേ പോരാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പോകുന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാനോ ഒക്കെ ഇടയായിട്ട് നാളെ പത്രത്തിൽ വരാനും കേസുണ്ടാകാനും പോലീസും കോടതിയൊക്കെ ആകാനുമുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കപ്പെട്ടവരിലും ഈ ജഡമുണ്ടല്ലോ, ജഡസ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല പരിശീലനം നേടിയിട്ട് മാത്രമേ നാടുവിട്ട് ജോലിക്കായിട്ട് പോകാൻ പാടുള്ളൂ. ആ കാര്യത്തിൽ നവമി മാതൃകയാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊന്നും ഇത് പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞു. അപ്പോഴും ബുദ്ധിപൂർവ്വം പെരുമാറണം. എന്താണ്? അദ്ദേഹം പകലത്തെ പണി അധ്വാന നിമിത്തം ക്ഷീണിച്ചായിരിക്കും, വേനൽക്കാലമല്ലേ, അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുമ്പോഴല്ല ചെല്ലേണ്ടത്. അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൃപ്തനായി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞിട്ട് വേണം നിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ. എസ്തേറും അങ്ങനെ തന്നെയാണ്. ഉപവാസമൊക്കെ കഴിഞ്ഞ് എസ്തേർ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വരണം. ഭക്ഷണം കഴിഞ്ഞ് ചോദിച്ചപ്പോഴും പറഞ്ഞു നാളെയും വരണം. അപ്പോൾ രാജാവിൻ്റെ മനസ്സ് തൃപ്തിയായിരുന്നപ്പോഴാണ്
അവളുടെ കേസ് അവൾ പറയാനിടയായത്. കുടുംബജീവിതത്തിലായാലും ഇപ്പം ഭർത്താവ് ജോലി കഴിഞ്ഞ് വിഷമിച്ച് വരിക, അവിടെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ കാണും. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് വീട്ടിലെ പിള്ളേരുടെ കാര്യമോ അല്ലെ അയൽക്കാരുടെ കാര്യമോ ഏതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ ചെല്ലുന്നത് എങ്കിൽ അത് നെഗറ്റീവായ ഫലമേ ഉണ്ടാകൂ. നേരെ മറിച്ച് അദ്ദേഹം വന്നൊരു ചായ കുടിച്ചു, പത്രം വായിച്ചു, അദ്ദേഹം TV ഒക്കെ കണ്ടു, അദ്ദേഹം കുളിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ച് ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പോൾ വേണം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ അതിനുണ്ടാകാനായിട്ട് ഇടയായിത്തീരും. എല്ലാ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച്, അതുപോലെ വിശ്വാസികളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.